Ladies and gentlemen, this is Adish and welcome to my comedy. DC, Loki Anna, என்னண்ணா பண்ணி வச்சிருக்க ഡിസിയുടെ ഫസ്റ്റ് ഒരു ഗ്ലിംസ് വന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കിക്ക് അഭിനയിക്കാൻ അറിയില്ല, ലോക്കിക്ക് ഒരു മാസ് അപ്പീൽ ഇല്ല. അങ്ങനെ പറഞ്ഞ സകല എണ്ണത്തിനുള്ള ഇൻക്ലൂഡിങ് മീ സെരുപ്പടി, വെറും സെരുപ്പടിയല്ല, നല്ല ഹീലുള്ള ചെരുപ്പ് വെച്ചിട്ടുള്ള സെരുപ്പടി. കിട്ടു പെർഫോമൻസ് ഞെട്ടിച്ചു. ഈ വിക്രം 2, കൈദി 2, റോളക്സ് സ്റ്റാൻഡ് അലോൺ, സിറ്റ് അലോൺ ആരും പ്രതീക്ഷിക്കേണ്ട. അണ്ണൻ അപ്പടിയെ വേറെ ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിച്ചു. ഈ പടം കാണാൻ പോയത് ലോക്കിക്ക് വേണ്ടിയാ, വാമികയ്ക്ക് വേണ്ടിയാ, സഞ്ജനയ്ക്ക് വേണ്ടിയാ? അനിയേ, undoubtedly the undisputed God music director Anirudh Ravichander. പീക്ക് പണ്ണൽ, വേറൊന്നും പറയല്ല, പീക്ക് പണ്ണൽ. ഒരു സിനിമയെ എത്രത്തോളം എലവേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ കൊടുമുടി അണ്ണൻ പണി വെച്ചിട്ടുണ്ട്. അനിരുദ്ധിന്റെ റീസെന്റ് ബെസ്റ്റ് ആൻഡ് ഹോൾ കരിയറിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് വർക്ക്സ് അതാണ് ഡിസിക്ക് വേണ്ടിയിട്ട് അണ്ണൻ പണിയിരിക്കുന്നത്. സോ നമ്മള് ആക്ടേഴ്സിന്റെ പേര് നോക്കിയിട്ട്, സ്റ്റാർ വാല്യൂ നോക്കിയിട്ട് സിനിമ കാണാൻ പോകും. ഡയറക്ടർമാരുടെ പേര് നോക്കിയിട്ട് നമ്മൾ സിനിമ കാണാൻ പോകും. എന്നാൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേര് നോക്കിയിട്ട് സിനിമ കാണാൻ പോണെങ്കിൽ ദാറ്റ്സ് വൺ ആൻഡ് ഓൺലി അനിരുദ്ധ്. ഞാൻ അതുകൊണ്ട് മാത്രം പോയതാണ്. ലോക്കിയെ കാണാനോ വാമികയെ കാണാനോ സഞ്ജനയെ കാണാനോ ഒന്നും അല്ല പോയത്. ഐ ബ്ലൈൻഡ്ലി ട്രസ്റ്റഡ് അനിരുദ്ധ്. അജാതിപ്പാണ്. ചില സീനൊക്കെ ഉണ്ട്, സീൻ ബൈ സീൻ തരിച്ചിരുന്നു. ഈ സിനിമയെ ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധ് കളിച്ച കളി ഒന്നും ചില്ലറല്ല. ഈ സിനിമയുടെ ലിവർ, കിഡ്നി, ഹാർട്ട്, കിഡ്നി സ്റ്റോണ്, ഈവൻ ലങ്സ്, ഇൻഡസ്റ്റൈൻ എല്ലാം അനിരുദ്ധ് രവിചന്ദർ. നോ അനി ഭക്തനായി മാറി. ഇനി അനിരുദ്ധ് ഏത് കൂറപ്പടത്തിൽ മ്യൂസിക് ചെയ്താലും ഞാൻ പോയി കാണും. ഫസ്റ്റ് ഷോ പോയി കാണും. അനി ഭക്തനായി മാറി. അബ്സല്യൂട്ട് മാഡ്നസ്, അത്രേ പറയുള്ളൂ. പോലീസ് എത്രയും പെട്ടെന്ന് അനിരുദ്ധിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇജാതി ക്വാളിറ്റി ഡ്രഗ്സ് ഓരോ ആഴ്ചയും, ഒരു കൊല്ലത്തിൽ ഓരോ ആഴ്ചയും ക്വാളിറ്റി ഡ്രഗ്സ് ആണ് ഈ ചങ്ങായി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒരു തവണ ചെയ്യാൻ പറ്റും, 2 തവണ ചെയ്യാൻ പറ്റും. ഇജാതി ക്വാളിറ്റി വർക്ക്സ് ഹു എൽസ് ക്യാൻ ഡു. സോ സീൻ ബൈ സീൻ പറയാനുണ്ട്. പീക്ക് എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ഈ വണ്ടി ഓടിച്ച് വരുമ്പോ വരെ ഈ സാധനത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. വീട്ടിൽ വന്നിരുന്നതിന് ശേഷം ഈ സിനിമയെ പറ്റി ആലോചിക്കുകയാണ്. പീക്ക് തിയേറ്റർ സ്റ്റഫ് എന്ന് ഞാൻ പറയാൻ കാരണം 2026 വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ഞാൻ ഇന്നേ വരെ തിയേറ്ററിൽ പോയി കണ്ടതില് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ദാറ്റ് ഐ എവർ ഹാഡ്. അജാതി അബ്സല്യൂട്ട് സിനിമയായിരുന്നു എനിക്ക് ഈ പടം. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ ഓരോരുത്തരെ പറ്റി പറയാം. വാമിക, ഈ സിനിമയുടെ ഷോ സ്റ്റീലർ വാമിക. നമ്മൾ എപ്പോഴും പറയും വാമികയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാരക്ടർ വന്നിട്ട് ഗോദയിലുള്ള ക്യാരക്ടറാണ്. എന്നാൽ ഇനി തൊട്ട് അത് ചന്ദ്രയാണ്. ആക്ച്വലി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടറാണ്. വാമികയ്ക്കല്ലാതെ വേറെ ഒരൊറ്റ ആൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇവര് തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടേ, ഭയങ്കര റോ റസ്റ്റിക് വൈൽഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി. എന്ത് രസമെന്നറിയോ വാമികയുടെ പെർഫോമൻസ് കിട്ടു. ആൻഡ് ഷീ ഈസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. വൈൽഡ് ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. ആര് വേണമെങ്കിൽ വീണ് പോകും, വില്ലൻ വരെ വീണ് പോയാലും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സഞ്ജനയുടെ ക്യാരക്ടറാണ്, പാർവതി. 10-15 മിനിറ്റേ ഉള്ളൂ. ലോക്കിയും സഞ്ജനയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അവരൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. എന്ത് രസമായിരുന്നു. ഒരു 10-15 മിനിറ്റ് എന്ത് രസമായിരുന്നു. സിനിമ തുടങ്ങുന്ന സമയത്തൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. ലോക്കി അണ്ണൻ സഞ്ജനയെ കണ്ടുമുട്ടും ഈ മറ്റേ ഒരു ബാറിൽ, ഒരു ലോഡ്ജിൽ വെച്ചിട്ട് കൊച്ചു പാട്ട് പാടുമ്പോ ആ സമയത്ത് അനിരുദ്ധിന്റെ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഉണ്ട്, മൗനരാഗങ്ങൾ. അമ്മേ, പീക്ക് സാധനം. ലിറ്ററലി ഏതൊരു ലോകത്ത് കൊണ്ടേ അജാതി സാധനം. എന്തൊരു രസമായിരുന്നു അറിയോ. പെട്ട സാധനമായിരുന്നു. ആ സമയത്ത് കിട്ടിയ ഒരു ഫീല് ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു സേ. അത്രയും കിട്ടു ഫീൽ ആയിരുന്നു. ഒരു എപ്പിക് ലവ് സ്റ്റോറി കണ്ട ഒരു ഫീലാണ് 10-15 മിനിറ്റിൽ ഈ പാട്ടും കൂടി കിട്ടിയപ്പോൾ കിട്ടി.
ഇത് സഞ്ജനയുടെ ക്യാരക്ടർ ഒരു ഷൂട്ട് ഔട്ടിൽ മരിക്കും. ആ സമയത്ത് എന്റെ കണ്ണൊക്കെ നിറഞ്ഞടി. അവിടെയാണ് ലോകേഷ് കനകരാജ് എന്നുള്ള പെർഫോമർ പീക്ക് ചെയ്ത്. ലോകേഷിന്റെ ക്യാരക്ടർ ഒരു മൊരട്ടുകാള, ഒരു റോ ആൻഡ് റഗഡ് ക്യാരക്ടറാണ്, ഒരു മൊരട്ടുകാള ക്യാരക്ടറാണ്. അധികം ഇമോഷൻസ് ഒന്നുമില്ല. പക്ഷെ ഈ കൊച്ചിനെ കാണുമ്പോൾ ലോക്കിക്ക് ഇമോഷൻ വരും. ഈ കൊച്ചു മരിക്കുന്ന സമയത്ത് ലോക്കിയുടെ ഒരു സ്ക്രീമിംഗ് ഉണ്ട്. പീക്ക് പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ വാമികയെ കാണുന്ന സമയത്ത് ഈ സഞ്ജനയുടെ ക്യാരക്ടർ ആൾക്ക് ഓർമ്മ വന്നിട്ട് ആൾ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ ചാരി നിൽക്കും പോയിട്ട്. ആ സമയത്തൊക്കെ ലോക്കിയിലുള്ള ആക്ടർ പീക്ക് ചെയ്തു. ഇത് ഒരു റോ ആൻഡ് റഗഡ് ക്യാരക്ടർ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് അലറാണ്. എന്നാൽ ലോക്കി അങ്ങനെയല്ല. ലോക്കി ആവശ്യത്തിന് മാത്രമേ സ്ക്രീം ചെയ്യുള്ളൂ. അവിടെയാണ് ലോകേഷ് കനകരാജ് എന്ന പെർഫോമറിനെ കണ്ടത്. പിന്നെ നമ്മുടെ വേടന്റെ പാട്ടിന്റെ പ്ലേസ്മെന്റ്, അതൊക്കെ തന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് മോനെ. കൂസ് ബംസ് സാധനം, പെട്ട സാധനം. ലോക്കി ഇമോഷണലി വീക്ക് ആയിട്ട് ലോക്കിയുടെ ഒരു വീക്കസ്റ്റ് പോയിന്റിലാണ് ഇവിടെ വാമിക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് വേടന്റെ പാട്ടും അബ്സല്യൂട്ട് മാഡ്നെസ്. ഇന്റർവെല്ലിൽ ഒരു സീക്വൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്താലും നഷ്ടമില്ല. ലോക്കിയുടെ ഒരു കിഡു ഫൈറ്റ് വിത്ത് അനിയുടെ ലോക പണ്ണൽ പറഞ്ഞാൽ വൈൽഡ് ഫയർസ് ആണ്. അബ്സല്യൂട്ട് ബ്ലാസ്റ്റ് ആയിരുന്നു അത്. മാഡ്നസ് മീറ്റ്സ് മാഡ്നസ് എഴുതിയിട്ട് തിയേറ്റർ ഇന്റർവെല്ലിന് പിരിയും. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ഇമോഷണൽ മാസുകാരൻ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇമോഷണൽ സീൻസ് കാരനല്ല, ഒരു മാസിന്റെ ഒരു പീക്ക് ഉണ്ട്. ആ പീക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ നിറയും. ആ ഒരു സാധനം ഉണ്ട് ക്ലൈമാക്സിൽ. ആ ഒരു സമയത്ത് മ്യൂസിക് വർക്ക് കിടു. ഐ ലിറ്ററലി എൻജോയ്ഡ് എവറി ബിറ്റ് ഓഫ് ദിസ് ഫിലിം. യൂഷ്വലി ഞാനൊരു സിനിമയെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടുപിടിക്കും. വാ തോരാതെ വേണമെങ്കിൽ എനിക്ക് പറയാം. അത്രയുണ്ട് ഈ സിനിമയെ പറ്റി പറയാൻ. ഇതിൽ അഭിനയിച്ച് ഈച്ച് ആൻഡ് എവറി വൺ. ഒരു മറ്റേ ബാൽഡ് ആയിട്ടുള്ള ഒരു ഗായ് ഉണ്ട് നമ്മുടെ ലോക്കിയുടെ ഫ്രണ്ട് ആയിട്ട്. അതേപോലെ തന്നെ തലൈവാസൻ വിജയ്, ഇതിൽ യുവരാജ, സേവാഗ, അങ്ങനെ ഏതൊരു പോലീസ് ഓഫീസർ ഉണ്ട്. അങ്ങേര് വരെ കിട്ടു വില്ലൻ വരെ കിട്ടുവാണ് ഇതിൽ. ഒരൊറ്റ ആള് പോലും മോശമായിട്ട് അഭിനയിച്ചു പറയാൻ പറ്റില്ല. മ്യൂസിക് വർക്കിൽ അനിരുദ്ധ് കംപ്ലീറ്റ്ലി സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോയി. പെർഫോമൻസ് വൈസിൽ വാമിക, ലോക്കി, സഞ്ജന എല്ലാവരും കിട്ടും. മറ്റേ ഇതിന്റെ ഡയറക്ടർ അരുൺ മാത്തേശ്വര. ഈ ചങ്ങായിട്ട് എല്ലാ പടവും ഞാൻ കണ്ടു. റോക്കി, അതേപോലെ തന്നെ ആ കീർത്തി സുരേഷ് വെച്ചിട്ട് ഒരു പടമില്ല, വായിക്കൊള്ളാത്ത പേരുള്ള ഒരു പടം, ക്യാപ്റ്റൻ മില്ല. പക്ഷെ എല്ലാം എനിക്കൊരു ആവറേജ് ഫീൽ എന്നവരെ തന്നിട്ടുള്ളൂ. വൻ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇത് ഞെട്ടിച്ചു പറഞ്ഞാൽ ഈ സിനിമയെ കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. വേറെ ആർക്ക് പറ്റൂടെ ഒരു സിനിമയെ എലവേറ്റ് ചെയ്യണ എന്റെ പീക്ക് വരെ എലവേറ്റ് ചെയ്യും. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പടത്തിനെ തൂക്കിയിട്ട് ഒരു ആവറേജ് എങ്കിലും ആക്കും. ഇത് അനിരുദ്ധിന്റെ കഴിവ് തന്നെയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് ഇസ് അബ്സല്യൂട്ട് മാഡ്നസ് പടമാണ്. ഈസ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു. എ റേറ്റഡ് ആണ്. ഈ ക്രൂര വയലൻസ് ഒക്കെ ഉണ്ട്. കൈ വെട്ടിമാറ്റുക, അങ്ങനത്തെ സാധനം ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ബ്ലഡ് ബാത്ത് ഉള്ള പടങ്ങളൊക്കെ ഇഷ്ടമാണ്, ചോരക്കളി ഇഷ്ടമാണെന്ന് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് ഓർ എൽസ് ഫ്രീക്കിംഗ് സ്റ്റേ അവേ.